അവിടെ കെട്ടിയവനൊന്നും പറ്റി കാണില്ല. പക്ഷേ ഇങ്ങനത്തെ അവളുടെ കൂടെയാണ് പൊറുക്കുന്നതെങ്കിലേ അവന്റെ കാര്യം പോക്കാം. കട്ട പോക. ഹലോ, ആ ദാ വരുന്നു. അച്ഛാ വണ്ടി വന്നു. ആ വന്നാ ഞാൻ നോക്കിട്ട് വരാം. ആ പയ്യെ പോയാ മതി. ഒരു മിനിറ്റ്, ഞാനിപ്പ വരാം. ഗോപി, ഗോപി, ഗോപി എവിടെ? കണ്ടില്ല മേഡം. ഗോപി, ഗോപി, രേഖ, രഘു, ശ്രീലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ ആ കുട്ടിയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പോയത്? അത് ഒട്ടും ശരിയായില്ലല്ലോ. ഓഹോ, അത് ശരി. അപ്പൊ ഇത് വളരെ ശരിയാണോ എന്തോ? ഇത് ശ്രീലക്ഷ്മി തന്ന ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ടാണെന്ന് തനിക്ക് എന്താ ഇത്ര ഉറപ്പ്? താൻ ചെയ്തത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. സോറി, ഞാനല്ല തെറ്റ് ചെയ്തത്. തെറ്റ് ചെയ്തത് രഘുവാ. ഞാനോ? വാട്ട് യു മീൻ? പിന്നല്ലാതെ രഘു എന്തിനാ കൈ കിട്ടുന്നതൊക്കെ വാങ്ങി കഴിക്കുന്നേ? യു ബിലോങ് ടു വർമൻ ഫാമിലി, ഡോണ്ട് യു റിമെമ്പർ ദാറ്റ്? അതിനെ കുറിച്ച് അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ. മൈ ഗോഡ്, ആരെന്ത് തന്നാലും വാങ്ങി അങ്ങ് കഴിച്ചോളൂ. ഒരുമാതിരി തെരുവ് പിള്ളേരെ പോലെ. രേഖ പ്ലീസ്, ഇനഫ് ഈസ് ഇനഫ്. ഞാനൊരു കൊച്ചു കുട്ടിയൊന്നും അല്ല, എനിക്കറിയാം കാര്യങ്ങള്. സന്തോഷം, അറിഞ്ഞാൽ അവനവന് കൊള്ളാം. ലുക്ക് രഘു, ഞാൻ ശ്രീലക്ഷ്മിയെ വിളിച്ചത് അവളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനിയെങ്കിലും ആർക്കെങ്കിലും തിന്നാൻ കൊടുക്കുമ്പോ അല്പം ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് അവളുടെ മദർ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. കൾച്ചർലെസ് പീപ്പിൾ. അതൊന്നും മറക്കാൻ നോക്കാം ഞാൻ. ആദ്യം രഘു ചെയ്യേണ്ടത് ഒരു സ്കിൻ ഡോക്ടറെ കാണുക. ഞാനും മദറിലോയും കൂടി ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോവുക. പിന്നെ ഒരു കാര്യം, യാതൊരു കാരണവശാലും ഈ വിഷയം മദറിലോ അറിയാൻ പാടില്ല. വെറുതെ ടെൻഷൻ ആവും. യു അണ്ടർസ്റ്റാൻഡ്? നമുക്ക് യാ മദറിലോ കമ്മിങ്. പ്ലീസ് ടേക്ക് കെയർ രഘു. ഡോക്ടറിനെ കണ്ടിട്ട് എന്നെ വിളിക്കണം. ഞാൻ പോയിട്ട് വരാം. ഒഴിഞ്ഞു കിടക്കുന്ന കസേര കാണുമ്പോഴാണ് ഞാൻ മുന്നോട്ടാവും. ശ്രീലക്ഷ്മി, കം ഓൺ, ടെൽ മീ, ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ വിഷമിച്ചിട്ടോ എന്ന് കരുതി താൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇതൊക്കെ? എങ്കിൽ ഇപ്പൊ തന്നെ എനിക്കത് അറിയണം. ഇത് സംസാരിച്ചാലേ ശരിയാവും. അല്ലെങ്കിൽ വേണ്ട. ഇപ്പോഴത്തെ ഒരു മോഡിൽ ദേഷ്യപ്പെട്ടാലും ശരിയാവില്ല. വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പിന്നെ അതാകും പോലും. മൈ ഡിയർ ഓൾമൈറ്റി, എന്ത് പരീക്ഷണമാണിത്? സോറി സർ, ഞാൻ അത് പിന്നെ
പറഞ്ഞോളൂ സാൻഡ്ര. താൻ എന്താണോ പറയാൻ വന്നത് അത് തന്നെ പറയാൻ തനിക്ക്. സർ, അത് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം 10 മിനിറ്റ്സ് കഴിയുമ്പോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് അതിനെന്താ പ്രശ്നം? ഇനി ആരെ കാത്തിരിക്കുന്നത്? ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പോ. സർ, ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ഒരു ഫയൽ റെഡിയാക്കാൻ ഏൽപ്പിച്ചിരുന്നു. അത് ഇതുവരെ റെഡിയാക്കി തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇറ്റ്സ് ഓക്കെ, ഞാൻ തന്നെ റെഡിയാക്കിക്കോളാന്ന് കരുതിയിട്ടാ ഇവിടെ ഫയൽ എടുക്കാൻ വന്നത്. അപ്പോഴാ സാർ ഇവിടെ. ഓ, ഐ എം സോറി. മീറ്റിംഗിന്റെ കാര്യം ഞാൻ മറന്നുപോയത്. യു ക്യാരി ഓൺ, കം ഓൺ. സാൻഡ്ര, ഈ ഫയല് ശ്രീലക്ഷ്മി കൊണ്ടുവരുന്നതാണ് നല്ലത്. താൻ ഇവിടെ ഇരിക്കുന്നൊന്നും തൊടണമെന്നില്ല. സാർ, ഇത് ജസ്റ്റ് ഫയൽ. ഓക്കെ സാർ, ഓൾറൈറ്റ്. ഒരു സെക്കൻഡ് സാൻഡ്ര. ശ്രീലക്ഷ്മി ലീവാണോ? യെസ് സർ. അപ്പോ സാർ അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞു കാണുമെന്നാ ഞാൻ കരുതിയത്. അങ്ങനെയാണെങ്കിൽ അവള് സാറിന് ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയെന്ന് വേണം കരുതാൻ. സാർ താമസിയാതെ എല്ലാം തിരിച്ചറിഞ്ഞോളൂ. ഇതൊരു തുടക്കം മാത്രമാ. സോറി സാൻഡ്ര, താൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് തുറന്നു പറയൂ. എനിക്ക് മനസ്സിലായില്ല. ഓഫ് കോഴ്സ് സർ, പറയാം. ഇന്ന് താൻ ഓഫീസിൽ വരുന്നില്ല എന്ന് ഒന്ന് അറിയിക്കാനുള്ള മനസ്സ് പോലും അവള് സാറിനോട് കാണിച്ചില്ല. ആക്ച്വലി അതറിയാത്തത് കൊണ്ടാണ് സാറിന് ഇന്നത്തെ ഹോൾ ഡേ സ്പോയിലായി പോയത്. ഇന്ന് ഒരു ദിവസം മാത്രമല്ല, ഇനിയും പല ദിവസവും തുടരും. ഇവൻച്വലി സാറിന്റെ മൊത്തം ഷെഡ്യൂളും ജീവിതവും സ്പോയിലാകുന്നതുവരെ ഇത് തന്നെയാണ് തുടരാൻ ചാൻസ്. താങ്ക് യു സാൻഡ്ര, താങ്ക് യു ഫോർ യുവർ കൺസേൺ. എനിഹൗ, നമുക്ക് മീറ്റിംഗ് കാണാം. യു മേ ഗോ നൗ. എവിടെയോ പരിചയമുള്ള നമ്പറാണത്. ആരായിരിക്കും? ഹലോ. ഹലോ, ത്രിവിക്രമനല്ലേ? ഞാൻ രാജാറാമ സംസാരിക്കുന്നത്, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അയ്യോ, നമസ്കാരം സാർ. പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ സാറിന്? വിളിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്. നമുക്കൊന്ന് കാണണം. ഞാനൊരു ലൊക്കേഷൻ അങ്ങോട്ട് ഇപ്പോൾ അയച്ചു തരും. ഒരു അരമണിക്കൂറാകുമ്പോ അവിടെ എത്തണം നിങ്ങൾ. അയ്യോ, അരമണിക്കൂറിനുള്ളിലോ? എനിക്ക് വേറൊരു അല്പ പണിയുണ്ടല്ലോ. അതൊന്നും റെഡിയാക്കാതെ. അതൊക്കെ പിന്നെ റെഡിയാക്കാൻ ത്രിവിക്രമ. ആദ്യം ഞാൻ പറയുന്നിടത്ത് വാ. ആവശ്യം ഉണ്ടായിട്ടല്ലേ ഇപ്പോഴീ വിളിക്കുന്നത്. എന്താ സാർ, എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയമാണോ? സാറിന്റെ സൗണ്ട് കേട്ടിട്ട് സംഗതി സീരിയസ് ആണെന്ന് തോന്നുന്നു. തന്നോടൊപ്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. അതുപോലെ ചെറിയൊരു സമ്മാനവും തരുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോവാൻ. എന്ത് സമ്മാനോ? എന്റെ ദൈവമേ, സാറ് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. അതെ, നല്ല മൂഡില. അത് നശിപ്പിക്കാതെ താൻ വരാൻ നോക്ക്. ഞാൻ ലൊക്കേഷൻ അയച്ചാൽ പെട്ടെന്ന് വാ. ശരി സാർ, ഓക്കെ ഓക്കെ. സത്യത്തിൽ ഞാൻ ഒരുപാട് തിരക്കില്ല. പക്ഷെ സാറ് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ദാ പുറപ്പെടുന്നു ഞാൻ. ഓക്കെ, വെരി ഗുഡ്. അയാള് വലിയ സമ്മാനവുമായിട്ടൊക്കെയാണല്ലോ വിളിക്കുന്നത്. അതും ആ ശ്രീരാമഭക്തൻ ഹനുമാന്റെ അടുത്തുനിന്നും. എന്തായിരിക്കും?
എനിക്കുള്ള സൂപ്പർ സമ്മാനം. ചിലപ്പോ ഡീലർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കോ? നോക്കിക്കളയാം. അടിപൊളി. ഞാൻ വിചാരിച്ച ശരിയാണ്. എന്റെ ഫോൺ എടുക്കില്ല എന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടെ എന്തൊരു പെൺകുട്ടി അത്. ഇപ്പൊ ഞാൻ ആ ഫോൺ എടുക്കായിരുന്നെങ്കിലോ? സാറിന് എന്നോട് ദേഷ്യമല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാർ എന്തൊക്കെ പറഞ്ഞ മുഖം വെറുപ്പിച്ചിരിക്കും. ഞാൻ ചെയ്ത കുറ്റം അവള് ചെയ്ത കുട്ടികൾ. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അവള് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. Stupid. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടായി. വേറെ ശ്രീലക്ഷ്മി ക്യാബിൽ ആ കുട്ടിയെ കാണുന്നില്ലല്ലോ. എനിക്കങ്ങനെ അറിയാം. അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരാ. ഓഫീസിൽ വരുന്നില്ല എന്നുള്ള വിവരം ഒരു മെസ്സേജ് പോലും അയക്കാൻ അവർക്ക് സമയമില്ല. സ്റ്റുപ്പിഡ് ഗേൾ. ഓക്കെ ടായി, ഓക്കെ ഓക്കെ. ബട്ട് ചേട്ടായിക്ക് എന്ത് പറ്റി? ആകെ അപ്സെറ്റ് ആയിരിക്കാണല്ലോ. എനിക്കെന്ത് പറ്റാൻ? ഇവിടെ AC-ക്ക് തണുപ്പ് കുറവാ, അതുകൊണ്ടുള്ള മൂഡോട്ടായിരിക്കും. എന്താ ഈ ഉത്തരം മതിയോ നിനക്ക്? ചേട്ടായി ഓക്കെ ഓക്കെ, യു റിലാക്സ്, കാം ഡൗൺ, ഐ എം സോറി. ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയ സംഭവം ഉണ്ടായി. ഞാൻ പിന്നീട് ചേട്ടായോടെല്ലാം വിശദമായിട്ട് പറയാം. അതൊരു കഥയാണ്. ഐ മീൻ എ റിയൽ സ്റ്റോറി. ഞാൻ പിന്നീട് വരാം. എന്തൊരു ചൂട്, എന്തൊരു ചൂട്. സരോജം, നീ ഒരു ഗ്ലാസ് കട്ടനിട്. ഉഷ്ണേന ശാന്തി എന്നല്ലേ പ്രമാണം. ചൂട് കട്ടൻ ചായ കുടിച്ചാ ഈ ചൂട് മാറുമായിരിക്കും. അത് പണ്ട്. ഇപ്പൊ ദാഹം മാറി ചൂട് ശമിക്കണമെങ്കിലേ നാരങ്ങ വെള്ളം കുടിച്ചാലേ പറ്റൂ. ഞാനിപ്പൊ കൊണ്ടുവരാം. ഓ, ഇത് രഘുവർമ്മൻ സാറാണല്ലോ. നേരത്തെ അമ്മ രേഖാ മാഡത്തിനെ വഴക്ക് പറഞ്ഞതറിഞ്ഞ് വിളിക്കുന്നതാണോ എന്തോ. ഹലോ. ഹലോ ശ്രീലക്ഷ്മി. ഇന്ന് നടന്ന ഫോൺ വിളിയിൽ തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ രേഖയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അയ്യോ സർ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഞങ്ങളെല്ലാം അത് മറന്നു. ഏയ് അങ്ങനെയല്ല, എനിക്ക് തന്നെ നേരിൽ കണ്ട് സംസാരിക്കണം. യു കം ടു ദ ഓഫീസ്, ലെറ്റ്സ് ടോക്ക് ടുഡേ. സോറി സർ, ഞാനിന്ന് ലീവാ. ഞാനിപ്പോ അമ്പലത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതായിക്കോട്ടെ. ഏതായാലും രേഖ തന്റെ മേൽ കുറ്റം ചുമത്തിയത് ശരിയല്ല. എനിക്ക് സ്കിൻ റാഷസ് മറ്റെന്തോ കാരണം കൊണ്ട് വന്നതാണ്. ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ടൊന്നും അല്ല.
മാത്രമല്ല താനത് മനഃപൂർവ്വം ചെയ്തതല്ലോ. ഞാൻ സന്തോഷത്തോടെ ചോദിച്ചു വാങ്ങിച്ചതല്ലേ. യു ഡോണ്ട് വറി ശ്രീലക്ഷ്മി. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഫുഡ് ഇൻസ്പെക്ടറാണ്. ഞാൻ താൻ തന്ന ചോക്ലേറ്റ് ലാബിൽ അയക്കും. തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ തെളിയിച്ചിരിക്കും. യു കം ടു ദ ഓഫീസ്. സാർ അത് താൻ വേറൊന്നും പറയണ്ട. കം ടു ദ ഓഫീസ്. ഇറ്റ്സ് മൈ ഓർഡർ. ശരി സാർ, വരാം. അച്ഛാ, അമ്മേ, എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോണം. റിക്വയർമെന്റ് സാർ ചെല്ലാൻ പറഞ്ഞു. എന്തോ അർജന്റ് കാര്യാന്ന്. ശരി മോളെ, പോയിട്ട് വാ. സൂക്ഷിച്ചു പോണം. ശരി അച്ഛാ. അമ്മേ, ബൈ. ആ സരോജം, ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്. നമുക്ക് ഈ രവിവർമ്മന്റെ ആശുപത്രി കാശ് തിരികെ കൊടുത്തേ പറ്റൂ. അല്ല ശ്രീടച്ച, അവളിപ്പോ ഓഫീസിൽ പോയി. അവിടെ എന്താവും നോക്കിട്ട് കൊടുത്താ പോരെ? എന്തിനാ ഇപ്പൊ ഇത്ര ധൃതി കാണിക്കുന്നേ? ധൃതിയുണ്ട്. കടം അപകടമാണെന്നാണ് ചൊല്ല്. അത് ഉടൻ വീട്ടണം. ഞാൻ പോയിട്ട് വരാം. ഈ സ്ഥലമാണല്ലോ ലൊക്കേഷനായി അയച്ചത്. ഇവിടെ ആരെയും കാണുന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഞാനൊന്ന് വിരണ്ട നിൽക്കുകയായിരുന്നു. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ത്രിവിക്രമം വന്ന സുരക്ഷിതമായി സ്വീകരിക്കണമെന്ന് 2-3 വരെ ഏർപ്പാടാക്കിയിരുന്നാണല്ലോ. ബോയ്സ്,